നമസ്കാരം. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ CPM BJPയുമായി ചേർന്ന് കോൺഗ്രസിനെതിരെ പാലം പണിയുന്നുവെന്നാരോപിച്ച് KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കാൻ ലക്ഷ്യമിടുന്ന BJP കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളാണ് ലക്ഷ്യമിടുന്നതെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് ശരിയായ കാര്യമാണ്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് അഗ്നിപരീക്ഷ തന്നെയാണ് വരാനിരിക്കുന്ന ഇലക്ഷൻ. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം കണ്ടാൽ കീരിയും പാമ്പും പോലെ നടന്നിരുന്ന ഗവർണറെയും സർക്കാരിനെയും തികച്ചും അമ്പരപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ ഗവർണറും മുഖ്യമന്ത്രിയും കൈകോർക്കുമ്പോൾ കേരളം കേന്ദ്രവുമായി അടുക്കാനുള്ള ചാൻസ് ആണ് മുന്നിൽ തെളിയുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടപ്പോൾ കേരളത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് കൂടുതൽ കടമെടുപ്പിനുള്ള അനുമതിയും മറ്റും കേന്ദ്രത്തിൽ നിന്ന് ഏതു വിധേനയും നേടിയെടുക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഫണ്ട് ലഭിക്കാൻ വൈകിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിനുണ്ടായത്. തുടർന്ന് വിഷയങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ ഡൽഹിയിൽ ഗവർണർ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ യോഗം വിളിച്ചു ചേർത്തു. ആദ്യമായാണ് ഗവർണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ യോഗം വിളിച്ച് വിഷയങ്ങൾ ചോദിച്ചറിയുന്നത്. സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഗവർണർ കളത്തിലിറങ്ങാൻ നിശ്ചയിക്കുകയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്നും ഗവർണർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണർ വാക്കുപാലിച്ചു. ഗവർണർ താമസിച്ചിരുന്ന കേരള ഹൗസിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തി. മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിനിധി KV തോമസും ഗവർണറുടെ സാന്നിധ്യത്തിൽ നിർമ്മല സീതാരാമനോട് ആവശ്യങ്ങൾ ഒന്നൊന്നായി അറിയിച്ചു. RSSലൂടെ BJPയിലെത്തിയ മുതിർന്ന നേതാവായ രാജേന്ദ്ര അർലേക്കർ തന്നെ നേരിട്ട് ധനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചതോടെ സാധാരണയേക്കാൾ കൂടുതൽ ഗൗരവം കൂടിക്കാഴ്ചയ്ക്ക് കൈവന്നു. കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് പ്രഭാത ഭക്ഷണത്തിനു ശേഷം നിർമ്മല സീതാരാമൻ മടങ്ങിയത്. തൊട്ടടുത്ത ദിവസം തന്നെ കടമെടുപ്പിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ സഹായം തേടിയുള്ള കൂടിക്കാഴ്ചയായാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ അപലപിച്ചത്. സംഭവം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ശരിയാണ്. BJPക്കും CPMനും കോൺഗ്രസിനെ ഒതുക്കുക മാത്രമേ ഉള്ളൂ. അതിനായി അവർ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. കോൺഗ്രസ് വരാതിരിക്കാനാണ് CPMും BJPയും ആഗ്രഹിക്കുന്നത്. UDFനെ സംബന്ധിച്ച് അഗ്നിപരീക്ഷ തന്നെയാണ് വരാനിരിക്കുന്ന 2026 ഇലക്ഷൻ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.